അപ്പോൾ നിങ്ങൾക്ക് പലർക്കും മാത്സ് എക്സാം +1 എഴുതിയത് അത്ര രസമായി തോന്നിയില്ല അല്ലേ? കുറച്ചൊന്ന് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എക്സാമിനറിന് ഇമ്പ്രൂവ്മെൻറ്റ് മാരത്തോൺ ഉണ്ട് ഇന്ന് 5:30. അപ്പോൾ അത് ക്ലാസ്സിൽ ഞാൻ കുറേ ക്വസ്റ്റ്യൻ ചെയ്യും, കുറേ ഫോർമുല ഡിസ്കസ് ചെയ്യും, എല്ലാ ഹെൽപ്പ് നിങ്ങൾക്ക് തരും. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്തൊക്കെ പഠിക്കണം, എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആ +1 ടച്ച് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട. അത് വേഗം ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഇമ്പോർട്ടൻറ്റ് ഫോർമുലസ് ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വേഗം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എന്നിട്ട് 5:30 നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ ലൈവിലുണ്ടാവണം, ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചാപ്റ്ററിനെ സെറ്റ്സ് വളരെ സിമ്പിൾ. നിങ്ങളുടെ ഫോക്കസ് ഏരിയയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ സെറ്റും റെപ്രസെൻറ്റേഷനും, റോസ്റ്റർ ഫോം പഠിക്കണം, മറ്റേ ഫോം പഠിക്കണം, സെറ്റ് ബിൽഡർ പഠിക്കണം, സബ്സെറ്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്. ഒരു സെറ്റിൽ n ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്താ? 2n ആണ്. ഇത് തന്നെയാണ് പവർ സെറ്റിൻ്റെ ഫോർമുല. പവർ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? n എലമെൻറ്റ്സ് ഉള്ള സെറ്റിൽ 2n. അതൊരു ഫോർമുലയാണ്. പിന്നെ പഠിക്കേണ്ട കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മൈനസ് അല്ലേ? ഇപ്പോൾ A കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിവേഴ്സ് -A. ഓക്കെ, മനസ്സിലായില്ലേ? എയിലല്ലാത്ത കാര്യങ്ങൾ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാക്ടിക്കൽ പ്രോബ്ലംസിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇതാണ്. നമ്പർ ഓഫ് A യൂണിയൻ B. ഓക്കെ, ഈ ഫോർമുല മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ മെയിനായിട്ട്. ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് A പ്ലസ് നമ്പർ ഓഫ് B മൈനസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B. അപ്പോൾ ഇൻ്റർസെക്ഷൻ നമ്പർ ചോദിച്ചാൽ ഈ ഫോർമുലയിലുണ്ട്. ഓക്കെ, മറക്കില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്ററിൽ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കോമൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. A യൂണിയൻ യൂണിവേഴ്സ് ഇസ് ഈക്വൽ ടു യൂണിവേഴ്സ്, A ഇൻ്റർസെക്ഷൻ യൂണിവേഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്? A വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. യൂണിവേഴ്സ് ഇൻ്റർസെക്ഷൻ ഫൈ എന്ന് പറയുമ്പോൾ ഫൈ ആണ്. A ഇൻ്റർസെക്ഷൻ ഫൈ എന്ന് പറയുമ്പോൾ ഫൈ ആണ്. പിന്നെ A യൂണിയൻ ഫൈ എന്ന് പറയുമ്പോൾ A ആണ്. കാരണം ഫൈ എന്ന് പറഞ്ഞാൽ എംപ്റ്റി സെറ്റാണ്, അതൊക്കെ അറിയാലോ. ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ഇതിൽ സം ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ആൻഡ് ഗ്രാഫ്സ്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നിങ്ങൾക്ക് ഡൊമെയിനും റേഞ്ചും പഠിക്കാനുണ്ട് അല്ലേ? എക്സിന് പോകുന്ന വാല്യൂസ് ഡൊമെയിൻ, വൈന് കിട്ടുന്ന വാല്യൂസ് റേഞ്ച്. അതൊക്കെ മനസ്സിലാക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയ ഗ്രാഫ് എന്തൊക്കെയാണുള്ളത്? എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ്. പിന്നെ ഞാൻ പെട്ടെന്ന് കുറച്ച് പറഞ്ഞത് ഇതാണ് മോഡ് എക്സിൻ്റെ ഗ്രാഫ്. ഓക്കെ, മോഡ് എക്സിൻ്റെ ഗ്രാഫ്. പിന്നെന്താ? നിങ്ങളുടെ വെറും y = x എന്നുള്ള ഗ്രാഫ്. പിന്നെ x³ ഗ്രാഫ് കാണിച്ചാൽ എന്താ? ഇങ്ങനെയല്ലേ വരിക? ഇങ്ങനെ വരും ഒരു ഗ്രാഫ്. ഇതാണ് y = x³ എന്നുള്ള ഗ്രാഫ്. പിന്നെ നിങ്ങൾക്ക് വളരെ 2 ഇമ്പോർട്ടൻ്റ് ആയ ഗ്രാഫ് ഉണ്ട്. GIF, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ അഥവാ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഓക്കെ, അതെങ്ങനെയാണ് വരിക? 0 മുതൽ 1 വരെയുള്ള നമ്പേഴ്സ് എവിടെ വരും? 0ലേക്ക് വരും. ഓക്കെ, പിന്നെ ഇതാ ഇങ്ങനെ വരച്ചു കൊടുത്താൽ ഈ സ്റ്റെപ്പ് പോലെ. ആദ്യം ഒരെണ്ണത്തിൻ്റെ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങൾ രക്ഷപ്പെട്ടു. നമ്പർ ഇട്ട് കൊടുക്കുക. ഇൻറ്റഗ്രൽ വാല്യൂസിനാണ് നമ്പേഴ്സ് വരിക കേട്ടോ. 3, 4, -1. പിന്നെ നിങ്ങൾ വൈയും എക്സും ഒക്കെ മാർക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? നിങ്ങളുടെ സിഗ്നം ഫംഗ്ഷൻ. വളരെ ചാൻസ് ഉണ്ട് ചോദിക്കാൻ. 0ൽ ഡോട്ട് ഇട്ട് കൊടുക്കുക, +1ൽ ഓപ്പൺ സർക്കിൾ ആൻഡ് റൈറ്റിലേക്ക്, -1ൽ ഓപ്പൺ സർക്കിൾ ആൻഡ് ലെഫ്റ്റിലേക്ക്. ഇത്രയേ ഉള്ളൂ സിഗ്നം ഫംഗ്ഷൻ, സൈൻ പറഞ്ഞു തരുന്ന ഫംഗ്ഷൻ. മറക്കില്ലല്ലോ. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ്. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൊമെയിൻ കണ്ടുപിടിക്കാം. ആകെ 2 റൂളുകൾ. എന്താണ്? ആൻസർ എപ്പോഴും പറയില്ലേ? ഡിനോമിനേറ്റർ, ഒരു ഫ്രാക്ഷൻ എഴുതുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവരുത്. ഡിനോമിനേറ്റർ മൊത്തമാണ് 0 ആവാത്തത്. ഫോർ എക്സാമ്പിൾ 1/x - x² - 2 ആണെങ്കിൽ ഈ മൊത്തം സാധനം x² - 2 എന്നുള്ളത് 0 ആവരുത്. ഇനി സോൾവ് ചെയ്ത് വരുന്ന വാല്യൂ ആണ് ആവാൻ പാടില്ലാത്തത്. ഡൊമെയിനിൽ ആവാൻ പാടില്ല. ഇനി വേറൊരു റൂൾ എന്താണ്? റൂട്ടിനുള്ളിൽ ഓൾവേസ് നോൺ നെഗറ്റീവ്. അതെന്തുകൊണ്ടാണ് നോൺ നെഗറ്റീവ് എന്ന് പറയാൻ കാരണം? പോസിറ്റീവ് എന്ന് പറയാത്തത് ഒന്നുമില്ല. പോസിറ്റീവ് വാല്യൂസും വരാം, 0വും വരാം അല്ലേ? നെഗറ്റീവായ വാല്യൂസ് വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ എന്താണോ ഉള്ളത് നിങ്ങൾ അത് > ഓർ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, എന്താണ് ഈ റൂട്ടിനുള്ളിൽ വരുന്നത്? ഇക്വേറ്റ് > 0. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. തേർഡ് ചാപ്റ്റർ ട്രിഗ്നോമെട്രി. ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. NCERT തന്നെ ധാരാളമാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഫോർമുലസ് പഠിക്കണം നിങ്ങൾക്ക് പണ്ട് അറിയാത്തത്? വളരെ സിമ്പിളാണ്. ഇതാ ഈ 3 ഐഡൻറ്റിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്ന് പക്ഷേ ഡയറക്റ്റ് വരില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇതൊക്കെയാണ്: sin 2x, cos 2x, tan 2x. പിന്നെ 3x പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വളരെ ചാൻസ് കുറവ് വരും. പിന്നെ പഠിക്കേണ്ട ഈ ഫോർമുലാസാണ്. ഇതെവിടെ വരും? sin 75 പഠിക്കാൻ വേണ്ടി വരും. sin 45 - 30 എത്രയാ? നമുക്ക് 15 വരും. പിന്നെ ടാനും ഇത് 3 എന്താണെങ്കിലും അറിഞ്ഞിരിക്കണം. cos x + y, cos x - 5 പഠിച്ചിരിക്കണം. tan x + y വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, നിങ്ങൾ പഠിക്കാതെ വേറൊരു വഴിയുമില്ല. ഇനി അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ 3 ചാപ്റ്റേഴ്സ് ധാരാളം പഠിച്ചു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് ഇന്ന് 5:30 വരിക. കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നതും കഴിഞ്ഞ വർഷങ്ങളിൽ വന്നതും എത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ഉറപ്പാണ് നാളെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് മാർക്സിന് കിട്ടുന്നത്. ഓക്കെ, ഫുൾ മാർക്സിന് കിട്ടാനുള്ള
ഇതിൽ തന്നെ നമ്മൾ പോകണം. അപ്പോൾ PMI ഭയങ്കര സിമ്പിൾ. PMIയിൽ ആകെ 3 സ്റ്റെപ്പുകൾ എന്താണ്? ഫസ്റ്റ് നമ്മൾ P(1) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. പിന്നെ അസ്യൂം ചെയ്യണം, നമ്മളങ്ങ് വിശ്വസിക്കണം P(k) ട്രൂ ആണെന്ന്, അത് എഴുതി വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഈ അസംഷൻ വെച്ചിട്ട് ഇതിലൊരു ലൈൻ കിട്ടുമല്ലോ, അത് വെച്ചിട്ട് P(k+1) ട്രൂ ആണെന്ന് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നു, നമ്മൾ ട്രൈ ചെയ്യുന്നു. P(k+1) ട്രൂ ആണെന്ന് നമ്മൾ എഴുതുകയല്ല, നമ്മൾ കണ്ടുപിടിക്കുന്നു ഈ ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ നമുക്കറിയാം P(n) ട്രൂ ആണ്. ഓക്കെ, ഈ 3 സ്റ്റെപ്സ് ഉള്ളൂ, അത് ചെയ്താൽ രക്ഷപ്പെട്ടു. അപ്പോൾ അതിലാകെ ഇക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട. ഈക്വാളിറ്റി ക്വസ്റ്റ്യൻ അഥവാ ഡിവിസിബിലിറ്റി ക്വസ്റ്റ്യൻ മാത്രം NCERT ചെയ്താൽ മതി, വേറെ എവിടെ നിന്നൊരു ചോദ്യം വരില്ല. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററും കഴിഞ്ഞു. 5th ചാപ്റ്റർ ഇതാ ഇത്രയേ ഉള്ളൂ സ്റ്റെപ്സ്. ഓക്കെ, 5th ചാപ്റ്റർ എന്ന് പറയുമ്പം കോംപ്ലക്സ് നമ്പർ ഓൾജിബ്ര മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ സൈക്ലിസിറ്റി റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. I⁻⁴ എന്താണ്? 1 4k+1. ഈ 1 എന്ന് പറയുമ്പോൾ എന്താണ്? 4k+1 ആവാം കേട്ടോ, അതാണ് I എന്ന് കിട്ടുക. I² എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? I⁴k+1, 4k+2 ആവാം. അപ്പോൾ എപ്പോഴും -1 കിട്ടുക. 4k+3 ആണെങ്കിൽ -i കിട്ടും. 4k+4 അഥവാ 4k 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ നമുക്ക് +1 കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്. I⁴ അല്ലെങ്കിൽ I�0 എന്ന് ആലോചിച്ചാൽ മതി. എനി നമ്പർ (0) = 1. ഓക്കെ, ഈ സൈക്ലിസിറ്റി പഠിക്കുക. ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് വൈകുന്നേരം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ചാപ്റ്റർ നമ്മൾ എന്താണ്? ലീനിയർ ഇനീക്വാളിറ്റീസ്. വളരെ സിമ്പിളാണ്. 5 or 6 മാർക്സ് നിങ്ങളുടെ പോക്കറ്റിൽ ഇങ്ങനെ ഇട്ട് തരുന്ന ചാപ്റ്ററാണ്. ആകെ പഠിക്കേണ്ടത് എന്താ? ഒരു ഗ്രാഫ് വരയ്ക്കാൻ X, Y-ൻ്റെ 2 പോയിന്റ്സ് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പം അതും നമുക്ക് വൈകുന്നേരം കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. മറക്കരുത് 5:30. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലൈവ്. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി കൊണ്ടുവരിക. പിന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്താ പഠിക്കാനുള്ളത്? നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ചെയ്യാൻ മൊത്തം ഈ ചാപ്റ്ററിൽ എന്ത് ചോദിക്കാൻ പറ്റുന്ന നോട്ട്സ് മൊത്തം ഫോക്കസ് ഏരിയ ബേസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോ PDF ആയിട്ട്. എല്ലാ നോട്ട്സും ഉണ്ട്, ഫാക്ടോറിയൽസ്, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ. പിന്നെ അതുപോലാതെ ആ നോട്ട്സ് അല്ലാണ്ട് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെ റീഅറേഞ്ചിങ് വേർഡ്സിന് എങ്ങനെയാണ് ചെയ്യുക, അതിൽ ടീമിനെ സെലക്ട് ചെയ്യാൻ, പ്ലേയിങ് കാർഡ്സ്, പിന്നെ എന്താണ് ATM പിന്ന് ഗസ് ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റലായിട്ട് നിങ്ങൾക്ക് അറിയാലോ, NCR പഠിക്കണം, NPR പഠിക്കണം, N⁴ പഠിക്കണം, അതിൻ്റെ ഓരോ സിമ്പിൾ കാര്യങ്ങൾ പഠിക്കണം. എൻ്റെ ഓർമ്മ ശരിയാണ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ വരിക NCA = NCB. അങ്ങനെയാണെങ്കിൽ എയും ബിയും വാല്യൂ കണ്ടുപിടിക്കാൻ ഇത് നിങ്ങൾക്കറിയാം. ഒരേ ഒരു കണ്ടീഷനുള്ളൂ. ഫസ്റ്റ് കണ്ടീഷൻ എന്താ? ഒന്നെങ്കിൽ എയും ബിയും ഈക്വൽ ആവാൻ. അത് വളരെ ചാൻസ് കുറവാണ്, നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറില്ല. അല്ലെങ്കിൽ എന്താ? N = A+B. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, 17C10 = 17CX എന്നായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എക്സ് എന്ന് വരും. ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് വരും. അപ്പോൾ X എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നുമില്ല, 17 - 10 അങ്ങനെ പറയുമ്പോൾ 7 ആണ് X. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ ക്വസ്റ്റ്യൻ വരും. ഈ കണ്ടിന്യൂഷൻ ആയിട്ട് XC3 കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 7C3 ആണ്. അപ്പോൾ നിങ്ങൾ അത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, സീൻ്റെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാലോ. NC6 ആണെങ്കിൽ ലെറ്റ്സ് സേ 7C6 ആണെങ്കിൽ നിങ്ങൾക്കറിയാം 7C1 ആക്കാമെന്നറിയാം അല്ലേ? 6 1 ആഡ് ചെയ്താൽ 7 കിട്ടും. ഇനി എങ്ങനെയായിരുന്നു ഫോർമുല 7C2 കണ്ടുപിടിക്കാൻ? അലൻ സാർ പറഞ്ഞിട്ടുണ്ട്, ആദ്യം 7ന് ബാക്കിൽ നിന്ന് 2 നമ്പർ എടുക്കുക, 7 × 6 ആൻഡ് C2 എന്ന് പറയുമ്പോൾ 2 ഫാക്ടോറിയൽ അല്ലേ, 1 × 2 ഫസ്റ്റ് 2 നമ്പർ, ബാക്കിൽ നിന്ന് 2 നമ്പർ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ ഫ്രണ്ടിൽ നിന്ന് 2 നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും 3. അപ്പോൾ 21 ആണ് ആൻസർ. അങ്ങനെ ഏത് ഫോർമുല ഉപയോഗിച്ചാൽ 7C വെച്ചിട്ട് കോമ്പിനേഷൻ വെച്ചിട്ട് ഈ സിമ്പിൾ ട്രിക്ക് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്? ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറത്തിൽ ആകെ ഒരു കാര്യം പഠിക്കാനുള്ളതാ, അത് ഞാൻ ഒറ്റ സ്ലൈഡിൽ കാണിച്ചു തരാം. ഇതാണ് ഈ ഫോർമുലയാണ്. NC0 A⁻n + NC1 A⁻n - 1 × B. ഓക്കെ, അപ്പോൾ ഇതാ NC0 NC1i NC2i NC3i അങ്ങനെ കൂടിക്കൊണ്ടുപോകും. ഓക്കെ, NCn വരെയാവും. ഈ A⁻n എന്ന് പറഞ്ഞാൽ A⁻n - 1 n - 2 n - 3 അങ്ങനെ n - 0 n - n എന്ന് പറഞ്ഞിട്ട് 0 ആവും. അതിനിടയ്ക്ക് B എന്താണ് സംഭവിക്കുന്നത്? A കുറഞ്ഞുകൊണ്ട് വരിക, B കൂടിക്കൊണ്ടിരിക്കുക. B ആദ്യം 0 ആയിരുന്നു, B⁻1 B⁻2 B⁻3 അവസാനം B⁻n ആവും. അത്രേ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ A+B⁴n ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്ര വരിക? ടോട്ടൽ ടേംസ് n+1 ടേംസ് ഉണ്ട്, കാരണം നമ്മൾ 0 മുതൽ n വരെ എണ്ണുന്നത്. ഓക്കെ, അപ്പോൾ അത്ര പഠിച്ചാൽ മതി, ധാരാളമാണ്. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി വേണ്ടത് 5:30 ഇത് വരാം. അതുപോരാതെ എന്താണ്? നമ്മുടെ സീക്വൻസ് ആൻഡ് സീരീസിലാകെ 3 GPയിലാകെ 3 ഇക്വേഷനെ പഠിക്കാനുള്ളൂ. അത് 3 ഞാൻ ഇവിടെ എഴുതി തരാം. ഇതാ
nth ടേമിന് AR⁻n-1 സമ്മത രണ്ട് ഫോർമുല ഉണ്ട്, എല്ലാം സെയിം ആണ്. R > 1 ആണെങ്കിൽ ഇങ്ങനെ വരും, R < 1 ആണെങ്കിൽ ഇങ്ങനെ വരും. R = 1 ആണെങ്കിൽ വേറെ ഫോർമുല ഉണ്ട്, നിങ്ങൾക്കറിയാം അല്ലേ. ഇതാണ് സം ഓഫ് ഇൻഫിനിറ്റി. വെരി 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 ഇമ്പോർട്ടൻറ്റ്. മിക്കവാറും നിങ്ങളോട് ചോദിക്കും ഈ ക്വസ്റ്റ്യൻ A/1 - R അത്ര പഠിച്ചാൽ മതി. ഓക്കെ, R < 1 ആയിരിക്കണം ഇൻഫിനിറ്റിൻ്റെ സമ്മ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കിട്ടില്ല. ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ സ്ട്രെയിറ്റ് ലൈൻസിൽ വളരെ ലോജിക്കലായിട്ട് നിങ്ങൾ പഠിച്ചാൽ, നിങ്ങൾ എക്സാമിനറിൻ്റെ ആൻസർ പഠിച്ച ക്ലാസ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഫുൾ മാർക്ക് കിട്ടും. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന പോലെയാണ് പഠിപ്പിച്ചത്. ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്താ, M1 M2 രണ്ട് സ്ലോപ്പ് ആണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ഇട്ടാണെങ്കിൽ അത് പെർപെൻഡിക്കുലർ ലൈൻസ് അല്ലേ. ഇനി M1 = M2 ആണെങ്കിൽ ഒന്നുമില്ല, പാരലൽ ലൈൻസ് ആണ് അല്ലേ. ഇത് രണ്ടും പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എന്താണെങ്കിലും അതൊന്ന് കിട്ടും. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഷെയർ ചെയ്തോ, പഠിച്ചോ. അത് കഴിഞ്ഞിട്ട് 5:30 വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തോ വെച്ചിട്ട്. ഇതാ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ tan θ, അതെങ്കിൽ y2 - y1 / x2 - x1. പിന്നെ പാരലൽ ലൈൻസ് ആണ് അറിയാം, M1 = M2, പെർപെൻഡിക്കുലർ ആണെങ്കിൽ M1 × M2 = -1. അവിടെ തന്നെ മാർക്ക് സ്കോർ ചെയ്തു. പിന്നെന്താണ്, ഫോംസ് ഓഫ് ഇക്വേഷൻ നിങ്ങൾക്ക് പോയിന്റ് സ്ലോപ്പ് 2 പോയിന്റ് പഠിക്കാനുണ്ട്. പിന്നെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, പിന്നെ ഒരു ജനറൽ ലൈൻ ഉണ്ട്. നോർമൽ ഒന്നും പഠിക്കണം, നോർമൽ ടൈപ്പ് ഒന്നും പഠിക്കണ്ട. ജനറൽ ഫോം നിങ്ങൾ എങ്ങനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ആക്കൊന്നും പഠിക്കണം. അത് ഇന്ന് വൈകുന്നേരം 5:30 ചെയ്യുന്നതായിരിക്കും. ഇനി വേണ്ടത് എന്താണ്, സ്ട്രെയിറ്റ് ലൈൻസ്. അതിൻ്റെ നോട്ട്സും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഡോണ്ട് വറി. അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ അടുത്ത ചാപ്റ്റർ ഏതാണ്, കോണിക് സെക്ഷൻ ആയിരിക്കും അല്ലേ. കോണിക് സെക്ഷൻ എന്താ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതാ 2 സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു പാരബോള, സ്റ്റാൻഡേർഡ് പാരബോളയാണിത്. ഇത് 4 ടൈപ്പ് ഉണ്ട്. ഇങ്ങോട്ട് മറിഞ്ഞേക്കുക, യു പോലെ ആവാം, താഴേക്കാവാം, എല്ലാം ആവാം. ഇനി അതിലാകെ പഠിക്കാനുള്ള ഈ ടേബിളാണ്. ഓക്കെ, ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇപ്പോൾ കണ്ടത്. ഓക്കെ, ഇത് തിരിച്ചിട്ട്, ഇനി ഇത് കുന്തം പോലത്തെ, യു പോലത്തെ, ഇത് റാ പോലത്തെ സാധനം. ഓക്കെ, ഈ 4 പഠിക്കുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. നമ്മുടെ മെയിൻ ആൾ A ആണ്. ഓക്കെ, ഇനി വേറെ ഇക്വേഷൻസ് ഒന്നും പഠിക്കാനില്ല. ഇനി എലിപ്സിൽ ഇതാ 2 ടൈപ്പ് എലിപ്സ് ഉള്ളൂ. ഇങ്ങനെ വത്തക്ക പോലെ വെക്കുന്നത്, അല്ലെ തണ്ണിമത്തം പോലെ ഇങ്ങനെ സൈഡ് വെക്കുന്നത്, അല്ലെ മേലേക്ക് വെക്കുന്നത്. മേജർ ആക്സിസ് ഇതിൽ X ആണ്, മൈനർ Y ആണ്. തിരിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ പൊക്കത്തിലാണെങ്കിൽ X ആണ് മൈനർ ആക്സിസ് ആൻഡ് Y ആണ് മേജർ ആക്സിസ്. ഇതാണ് ഒരു ഇക്വേഷൻ. മറ്റൊരു ഇക്വേഷനും ഉണ്ട്. ഓക്കെ, ഈ ടേബിൾ പഠിച്ച ധാരാളമാണ്. ഈ ടേബിൾ പോരാതെ നിങ്ങൾക്ക് ഒരു 2-3 ഫോർമുല ഉണ്ട്. A² = B² + C², വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് L = 2B² / A ആൻഡ് E = C/A. ഓക്കെ, എക്സെൻട്രിസിറ്റിയും L ലാറ്റിസ് റെട്ടും അത്ര ഇവിടെ പഠിക്കാൻ. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ചാപ്റ്റർ എത്തിയില്ലേ, ഇൻട്രോ ടു 3D ജോമെട്രി. ഇതിലെന്താ പഠിക്കാനുള്ളത്, ഇതാ ഓരോ ഒക്ടൻ്റ് 8 ഒക്ടൻ്റ് ഉണ്ട്. എങ്ങനെയാണ് ആ സിമ്പിൾസ് വരുന്നത്, അതിന് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, പ്ലസ് ഇത് കണ്ടില്ലേ, നിങ്ങൾ ആദ്യം ഇവിടെ നോക്കുക. ഈ 4 ആൾക്കാർ, ഓക്കെ, എക്സും വൈനെ മാത്രം നോക്കിയാൽ മതി. 4 ആൾക്കാരാണ് ഇവിടെയും കോപ്പി വരുന്നത്, കണ്ടോ. ഈ സെയിം 4 ആൾക്കാരാണ് ഇവിടേക്ക് ഡമ്മി ആയത്, കോപ്പി. ഇനി ആദ്യത്തെ 4 Z പോസിറ്റീവ്, സെക്കൻഡ് 4 Z നെഗറ്റീവ്. അപ്പോൾ ആദ്യത്തെ 4 ഒക്ടനിൽ Z പോസിറ്റീവ് ആയിരിക്കും, 5 മുതൽ 8 വരെ എല്ലാത്തിനും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ. പിന്നെ ഡിസ്റ്റൻസ് ഫോർമുല എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ XY പ്ലെയിൻ ആണെങ്കിൽ Z എന്നുള്ള ആൽഫബറ്റ് ആ പേരിലില്ലല്ലോ, അപ്പോൾ Z0. XZ പ്ലെയിൻ ആണെങ്കിൽ Y ഇല്ലാത്തതുകൊണ്ട് Y0, ആൻഡ് YZ പ്ലെയിൻ ആണെങ്കിൽ X ഇല്ലാത്തതുകൊണ്ട് X0. അത്രയും സിമ്പിൾ ലോജിക്കുള്ളൂ, വേറെ ഒന്നും പഠിക്കാനില്ല. പിന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എനിക്കൊരു ട്രിക്കും പറഞ്ഞു തരാനില്ല. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് ആ ട്രിക്കൊന്നുമില്ല. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്. 0/0 ഇങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യണം, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലോപിറ്റൽ റൂൾ അറിയെങ്കിൽ അത് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ എന്താണ്, ഒരു ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം ആ ലിമിറ്റിൻ്റെ വാല്യൂവിൽ. അതാണ് സിമ്പിൾ കാര്യം. പിന്നെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് 0, X⁻n ആണ് N(x⁻n-1), പിന്നെ 1/x ആണ് log, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ പ്രോഡക്റ്റും കോഷ്യൻ റൂളും വളരെ ഇമ്പോർട്ടൻ്റ്. എൻ്റെ അഭിപ്രായത്തിൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്താണെങ്കിലും ക്വസ്റ്റ്യൻ വരും. പിന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഓക്കെ, ലിമിറ്റ് X⁻n - A⁻n / X-1. അപ്പോൾ NA⁻n-1 ദാ NA⁻n-1 മിക്കവാറും വരും, 99% വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി വേണ്ടത് എന്താണ്, ഇനി വേണ്ടത് നമ്മുടെ ലാസ്റ്റ് 3 ചാപ്റ്റേഴ്സ്. നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്നാലും തന്നതിൻ്റെ ഓപ്പോസിറ്റ് പറയാം. ഞാൻ അലൻ സാർ പറയുകയാണ് നിങ്ങൾ പൊട്ടും, അപ്പോൾ നിങ്ങൾ എന്ത് പറയും, ഇല്ല ഞങ്ങൾ പൊട്ടും എന്നുള്ളത് കള്ളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കും എന്നല്ല പറയേണ്ടത്. ലോജിക്ക് ഉപയോഗിക്കരുത്, ഇവിടെ ഒരു ലോജിക്ക് ഉപയോഗിക്കരുത്. എന്ത് പറഞ്ഞാലും നെഗേറ്റ് ചെയ്യാം, അതല്ല എന്ന് പറയാം. ഇറ്റ് ഇസ് ഫോൾസ് ദാറ്റ് വി വിൽ ഫെയിൽ. ഓക്കെ, നിങ്ങളൊന്നും വി വിൽ പാസ് വിത്ത് ഫുൾ മാർക്സ് അങ്ങനെയൊന്നും വേണ്ട. എന്ത് തന്നാലും ഇറ്റ് ഇസ് ഫോൾസ് ദാറ്റ്, അല്ലെ ഇറ്റ് ഇസ് ട്രൂ ദാറ്റ്, ട്രൂ അല്ല ഇറ്റ് ഇസ് നോട്ട് ട്രൂ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യാം. കോൺട്രാ പോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ഇതാ
എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതാ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാലും നോട്ട്, അത് നോട്ടും അല്ല, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഫോൾസ് ദാറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ട്രൂ ദാറ്റ് ആയിട്ട് ബാക്കിയെല്ലാം എഴുതാം. ഇനി കോൺട്രാ പോസിറ്റീവിൽ P ഇംപ്ലൈസ് Q ആയിരിക്കും. രണ്ട് കണ്ടീഷൻ ഉണ്ടാണ്. P ഇംപ്ലൈസ് Q. നമ്മളെന്താ പറയുക, നോട്ട് Q ഇംപ്ലൈസ് നോട്ട് P. P ഇംപ്ലൈസ് Q ആണെങ്കിൽ നോട്ട് Q. ഇത് ആദ്യം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക നോട്ടാന്ന് പറഞ്ഞിട്ട് നോട്ട് P എന്ന് എഴുതാം. ഇനി കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ P ഇംപ്ലൈസ് Q ആണ്, Q ഇംപ്ലൈസ് P. തിരിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ ഒറ്റയടിക്ക് അങ്ങോട്ട് അടിച്ച് തിരിച്ചിങ്ങോട്ട് അടിക്കുന്ന പോലെ സിമ്പിളായിട്ട് എഴുതി വെക്കുക. അത്രയും കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് 2 ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കാനുള്ളതാ. ഫോർമുല ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേറെ ക്ലാസ്സുകളുള്ളപ്പോൾ ഉണ്ട്, പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തരുന്നുണ്ട്. ഓക്കെ, ഇനി വേരിയൻസ് ആയിട്ട് എന്താ വ്യത്യാസം? ഒന്നുമില്ല, സ്ക്വയർ ചെയ്താൽ കിട്ടും അല്ലേ. ഇനി X ഡാഷ് എന്ന് പറയുമ്പോൾ മീനാണ്. ഈ ഫോർമുലാസ് ഉപയോഗിക്കുക. പഠിക്കണമെങ്കിൽ, ശരിക്കും പഠിക്കണമെങ്കിൽ, അറിയില്ലെങ്കിൽ ഇന്ന് 5:30 വരിക. ഞാൻ മൊത്തം മാരത്തോണിൽ പഠിപ്പിച്ചു തരും വിത്ത് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി എന്താ പഠിക്കാനുള്ളത്? വളരെ സിമ്പിളാണ്. ഈക്വൽ പ്രോബബിലിറ്റീസ് ഉള്ള വരുള്ളൂ. നിങ്ങൾക്ക് കുറേ കാൽക്കുലേറ്റ് ഒന്നും ചെയ്യാനില്ല. ബോളൊക്കെ എടുക്കുന്നു, മറ്റേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അങ്ങനത്തെ സിമ്പിൾ കാര്യമുള്ളൂ. പിന്നെ പെർമ്യൂട്ടേഷനായ ചാപ്റ്ററായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അതോടെ നിങ്ങളെല്ലാം ചാപ്റ്ററും കഴിഞ്ഞു. നോട്ട് എ ഒന്നുമില്ല. നോട്ട് എ എന്ന് പറയുമ്പോൾ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ, അത് മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാലോ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇന്ന് 5:30 വരിക. എൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് അങ്ങ് ചാറ്റിൽ തകതുമ്പോൾ ഫുൾ ആൻസർ ചെയ്ത് ഫുൾ മാർക്കിനുള്ള, നിങ്ങൾ A കിട്ടിയ ആളാണ് A+ എന്താണെങ്കിലും കിട്ടും. A+ കിട്ടിയ ആളാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് എത്തിക്കും. നിങ്ങൾക്ക് എന്ത് മാർക്കാണോ അതിനെക്കാട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് 5:30 വരാം. എല്ലാ കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് മാരത്തോൺ ഡിസ്കസും ചെയ്യും, അതുപോലെ ഫുൾ ക്വസ്റ്റ്യൻസും ചെയ്യും. പ്രീവിയസ് ഇയർ ഇമ്പോർട്ടൻ്റ് ആയ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോൺഫിഡൻസും കിട്ടും, ഫുൾ മാർക്കും കിട്ടിക്കോളും. ഓക്കെ, ബൈ ബൈ. ഇന്ന് 5:30 കാണാം.